അലമാരയിൽ വസ്ത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയ ചങ്ങാതി കുടുംബത്തെ അംഗങ്ങളെപ്പോലെ ചേർത്ത് നിർത്തി ആറ്റത്ര കണ്ണനായ്ക്കൽ ആൻഡോയും കുടുംബവും. ഭവനത്തിലെത്തിയ അണ്ണാറക്കണ്ണനും കുട്ടികളുമാണ് കുടുംബത്തിലെ അംഗങ്ങളായത്. ആറ്റത്ര കണ്ണനായ്ക്കൽ ആൻഡോയുടെ വീട്ടിലാണ് കഴിഞ്ഞ ജനുവരിയിലെത്തിയ അണ്ണാൻ അലമാരയ്ക്കുള്ളിൽ കൂടുകൂട്ടി കുട്ടികളെ പ്രസവിച്ചത്. എൻ്റെ പേര് ആൻഡോ എന്നാണ്. ഇവിടെ ആറ്റത്ര സ്വദേശിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു അണ്ണൻകുട്ടി ഒരു ദിവസം അങ്ങനെ വന്നിരുന്നു. കുട്ടികളെ എടുത്തിട്ട് അതിനെ വളർത്തലും അതിന് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇതിന് വരും, അതിന് പുറത്ത് വിടും, പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് പിന്നെയും വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അതിന് വന്നിരുന്നത്. പിന്നെ അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ നാൾ വരാണ്ടായി, കുറച്ച് നാളുകൾ വരാണ്ടായി. പിന്നെ ഇവർ കുറച്ച് നാൾ പിന്നെ വീണ്ടും വന്നു. പിന്നെ ഭയങ്കര നല്ല അറ്റാച്ച്മെൻ്റ് ആയി ഇവരായിട്ട് പുറത്ത് പോവും വരും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് ജനുവരി 23-ാം തീയതി വൈകിട്ട് വന്ന് നോക്കിയപ്പോൾ ഈ അണ്ണ വീട്ടിലകത്ത് വന്നിട്ട് അൽമാരയുടെ ഇൻ്റർലോക്കിൽ പ്രസവിച്ചു. ഞങ്ങളാരും കണ്ടില്ല. ഞങ്ങൾ എല്ലാവരും ഇതെന്താ ഈ അണ്ണ ഉള്ളിലേക്ക് വരണേന്നുള്ളത് നോക്കി വരാറുണ്ട്, തീറ്റ ഓർക്കാറുണ്ട്, അല്ലാതെ വേറൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇതാ വരുന്നു, അതിൻ്റെ അമ്മയാണ് വരുന്നത്. ഇതിങ്ങനെ അകത്ത് കൂടെ വരും. ഭയങ്കര കമ്പനിയാണ് ഇവനായിട്ട്. വസ്ത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടി പ്രസവിച്ച അണ്ണാനെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വീട്ടുകാർ അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കി ഒപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു. ദിവസവും വീട്ടിലെത്തി കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്ന അമ്മ അണ്ണാറക്കണ്ണനെ ചക്കി എന്ന് വീട്ടുകാർ പേരിട്ടു. കുട്ടി അണ്ണാറക്കണ്ണന്മാർക്ക് ചിക്കു, മിക്കു എന്നീ പേരുകളും വീട്ടുകാർ നൽകി. ആൻഡോയും ഭാര്യ റിൻസിയും മക്കളായ എമിലിൻ, എമിൻ, ഇമ്മാനുവൽ എന്നിവരുടെ സ്നേഹനിധികളായി മാറിയിരിക്കുകയാണ് ഈ അണ്ണാറക്കണ്ണന്മാർ. നോക്കി അപ്പോൾ അതിനുള്ള സുരക്ഷിതം കാര്യമൊക്കെ ഞങ്ങൾ കൊടുത്തു. പഞ്ഞിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇൻ്റർലോക്കിലാണ്, അൽമാരി ഇൻ്റർലോക്കിലാണ് വന്നിട്ട് അത് പ്രസവിച്ചത്. അങ്ങനെ 2 കുട്ടികളിപ്പോൾ 28-30 ദിവസമായി. ഇന്നേക്ക് 30 ദിവസമായി. ഇനി പേര് എന്താണ്, ചിക്കു, മിക്കു എന്നുള്ള പേരും അവരിട്ടു. അവരെന്നെ നോക്കണത്, കാണണം കാര്യങ്ങളൊക്കെ അവരെന്നെ ഒന്ന് ചെയ്യണതൊക്കെ. അങ്ങനെ നോക്കി അങ്ങനെ ലെവലാക്കിയിട്ട് ഇങ്ങനെ ഇതുവരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അമ്മ ഇപ്പോൾ തന്നെ വന്നത് പാല് കൊടുത്തിട്ട് ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പോവും. അങ്ങനത്തെ ഒരു ഇത് നല്ല രീതിയിൽ നല്ല ആൾക്കാർ, അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് കാണാനും ഒക്കെ വരാറുണ്ട്. വീട്ടുകാരും അണ്ണാനും കുട്ടികളും തമ്മിലുള്ള സൗഹൃദം നാട്ടിലും ഏറെ ചർച്ചയായിരിക്കുകയാണ്. വീട്ടുകാരുടെ ദേഹത്ത് കയറി അവരോടൊപ്പം കളിച്ച് ഭക്ഷണം കഴിച്ചുമൊക്കെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ മാറിയിരിക്കുകയാണ് അണ്ണാനും കുട്ടികളും. എൻ്റെ പേര് എന്നെയും 8ൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ ചക്കി എന്ന് പറഞ്ഞൊരു അണ്ണാൻ എന്താ പറയുക, ഒരു ദിവസം വന്നു. ഇതിനെ നല്ല രീതിയിൽ നോക്കി കാട്ടുമാളൊക്കെ കൊടുത്ത്, ആട് വളർത്തിണ്ടായിരുന്നു, കാട്ടുമാളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി. അങ്ങനെ ഞങ്ങളിത് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പെണ്ണായിരുന്നു. ഒരു ദിവസം ഇതിനെ എത്ര ചോറ് കൊടുത്തിട്ട് ഇത് എന്താ പറയുക, വയറ് നിറഞ്ഞിട്ടും ഇത് എത്ര ചോറ് കൊടുത്തിട്ടും ഉണ്ണന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്ങനെ വിചാരിച്ചു. പിന്നെ അത് പ്രസവിക്കാനായിട്ട് ഇത് ഞങ്ങളുടെ അഴക്കയുടെ മുതൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാന്തി ആകെ കീറായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെരുന്നാളിൻ്റെ അന്ന് അളമാരുടെ ഉള്ളിൽ 2 കുട്ടികളെ പ്രസവിച്ച് ചിക്കു നിൽക്കും. ന്യൂസ് ആറ്റത്ര.